വെൽക്കം ബാക്ക് ടു സ്റ്റുഡിയോ കിച്ചൺ. ചിക്കൻ ലിവർ റോസ്റ്റ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 10 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉള്ളിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം ചേർക്കുമ്പോൾ ഫ്ലെയിം ലോയിൽ വെക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ചിക്കൻ പാർട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കൻ ലിവർ, ഗിസാർഡ് രണ്ടും കൂടിയിട്ട് 1/2 കിലോ ആണുള്ളത്. ഇത് നന്നായിട്ട് മസാലയായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊന്ന് തുറന്നു നോക്കാം. ഈ പാർട്സ് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഞാനിത് കുറച്ചുകൂടി ഡ്രൈ ആക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇത് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.